എന്റെ അമ്മേ. കിരീട സിനിമയിൽ കൊച്ചിനെനിഫ് ഷൈൻ ചെയ്ത പോലെ ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ. ഇതാണ് എനിക്ക് കിട്ടുന്ന മെയിൻ ഏരിയ. ചേട്ടാ ഇന്ന് കൂടെ എന്നേക്കണം. രാവിലാണോടാ പത്രം വായിക്കുന്നത്? ചേട്ടായേ ഒന്നുമില്ല. ഉച്ചവരെ കഴിക്കാനുള്ളതുള്ളൂ കേട്ടോ. സോളമാ ചേട്ടായിട്ടൊന്ന് കേറിട്ട് പോടാ. തന്റെ മെക്കിട്ടാണോ? അല്ല, ഈ ചായക്കടയിലേക്ക്. വേണ്ട, ചേട്ടാ ഇപ്പൊ ചോറുണ്ടേ ഉള്ളൂ. പോരാത്തിന് ഇപ്പൊ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരിക്കുക. എന്നാലും വെറുതെ വിളിച്ചു കയറ്റി ഇനി റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. നിന്റെ കക്ഷത്തിൽ എന്താ മൂലക്കുരുവ? അല്ല, ഇഷ്ടിക. ചേട്ടായെ കൊണ്ട് ഒരു ലോഡ് ഇഷ്ടിക കടയിലേക്ക് എറിയിക്കട്ടെ. അയ്യോ വേണ്ട വേണ്ട, ചതിക്കല്ലേ. കഷണ്ടിൽ കല്ലുമഴ വീയിച്ചാലോ? അയ്യോ വേണ്ട. നിക്ക് നിക്ക് നിക്ക്, 100 രൂപ വേണ്ടേ? ഞാൻ കുടി നിർത്തിയല്ലോ. അപ്പൊ കാശ് കുറെ കാണുമല്ലോ. തരുന്നേ. അതിങ്ങ് താ കുഞ്ഞാടെ. കുഞ്ഞാടോ? ആരുടെ കുഞ്ഞാടോടോ? മണിമലയിൽ ഗീവർഗീസ് സോളമൻ, അതായത് MG സോളമൻ. അങ്ങനെ വിളിച്ചോളണം എല്ലാവരും. ഓ MG സോളമ, ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. ഇതാ കടയുടെ താക്കോലും വാടകയും 1000 ഉറുപ്പിയുണ്ട്. 200 കൂടി വേണമല്ലോ സുധാകര. അത് മതി സോളം. അത് പോരല്ലോ സുധാകര. കാശിന് ലേശം ടൈറ്റാണോ? ടൈറ്റാൻ പൈസക്ക് ടൈറ്റുള്ളവർ കിട്ടുന്നതാണോ ടൈറ്റാൻ? ഇതും കൂടി ആവുമ്പോ ശരിയായി. എനിക്ക് ഭയങ്കര ടൈറ്റാന്നേ. അണ്ടിയേർന്നു കപ്പലിന്റെ. ഇങ്ങനെ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും. ഞാൻ ഒന്നുകൂടി മൂപ്പിക്കണേ. ഇനി ആരെങ്കിലും സീരിയലിന്റെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കിയോ, എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്താലും വിവരം അറിയും. ഇട്ടിച്ചനോട് മക്കളോട് പറഞ്ഞേക്ക്, ഞാൻ പഴയ സോളമനല്ലെന്ന്. കൊണ്ടും കൊടുത്തും അറപ്പ് മാറിയ ഒരു ചേട്ടനുള്ള സോളമനാന്ന്. ഇനി ആണായി പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ. അമ്മയുടെ മുലപ്പാൽ കുടിച്ച ആരെങ്കിലും ഉണ്ടെന്ന് ചോദിക്കടാ. ഈ സോളമനോട് ചോദിക്കടാ. സോളമേട്ടാ സമയന്തായി? എത്രയായാലും നിന്റെ സമയം വളരെ മോശ. ചേട്ടായി, മേരി അദാലത്ത്. ഹിന്ദി മനസ്സിലായില്ല? മേരി അദാലത്ത് എന്ന് വെച്ചാ അതാണ് എന്റെ മേരി. മേരി സിന്ദഗി ബർബാദോഗി. മേരിയായിട്ടുള്ള ജീവിതം പൂവണിയാൻ പോവാന്ന്. ഇതൊക്കെ തിന്ന് ഇവിടെ തന്നെ നിന്നോ. ഇട്ടിച്ചാന്റെ വീട്ടിലെ അപ്പനപ്പൂപ്പന്മാരെ ഇട്ടിച്ചാന്റെ നല്ല ബുദ്ധി കൊടുത്ത് ഞങ്ങളുടെ കാര്യം ശരിയാക്കി തരണേ. എന്തിനാണ് വിളിച്ചേ? ജോണി ചൈനെ കെട്ടിച്ചുവിടാനുള്ള ചില ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇട്ടിച്ചന്റെ വീട്ടിലെ ആത്മാക്കൾ കൊള്ളാല. പ്രാർത്ഥിച്ചപ്പോ തന്നെ പണിയും നന്നാ. ആത്മാക്കളെ കൊല്ലും ഞാൻ. പറയുന്നത് കേക്ക്. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആരും അറിയാതെ നാളെ നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. രജിസ്റ്റർ മാരേജ്? അതെ, രജിസ്റ്റർ മാരേജ്. അല്ലാതെ വേറെ ഒരു വഴിയില്ല. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാ നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ഈ ജോസേട്ടനുള്ള ഒറ്റ ധൈര്യത്തിന് ഞാൻ ഈ രജിസ്റ്റർ മാരേജിന് മുതിരുന്നത്. അവളെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ആരും അറിയാതെ ഒരു മുൻകരുതല്. ദേ, അപ്പനും അമ്മച്ചൊന്നും അറിയരുത്. നീ ആദ്യമേ തന്നെ രജിസ്ട്രാറിന്റെ മുന്നിൽ ചെന്ന് നിന്നോ. മേരി കവലയെന്ന് പുറപ്പെടുന്നത് തൊട്ട് പിന്നാലെ ജോസ് എത്തും. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ ഈ കാര്യങ്ങൾ ഞാൻ നടത്തി തരും. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? ചിക്കനില്ലേ? ചിക്കൻ ഇല്ല. നീങ്ങ വന്നേ. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് പോയിക്കോ. ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. മോനെ വാ. 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? ഇനി നീ എന്നെ കാണാനോ സംസാരിക്കാനോ വന്നു പോയത് കേട്ടോടാ കുഞ്ഞാടെ. മേരി, അവിടെ പോയി ഒപ്പിട്ട് വെക്കണ്ട മണ്ട. പെണ്ണിന്റെ മനസ്സാ, അത് എപ്പോഴാ മാറുന്നു പറയാൻ പറ്റില്ല. അവള് പോയാലുണ്ടല്ല, അവള് പോയ അവളുടെ വീട് വരെ പോവും. ചെമ്മീൻ ചാടിയ ചട്ടിയോളം. എന്റെ പൊന്ന് ലോനപ്പാ, ആ ജോസേട്ടനുള്ള ധൈര്യത്തിലാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. അതിനിടയിൽ ഞാനിഞ്ഞ് രജിസ്റ്റർ ചെയ്തൊന്നെങ്ങാനും പുറത്തിറങ്ങ ആ ജോണിക്കുട്ടിയും വീട്ടുകാരും എല്ലാരും കൂടി എന്റെ ബോഡിയിൽ സകല പാർട്ടിയുടെ പൊതുസമ്മേളനം നടത്തും. തൽക്കാലം ജോസേട്ടനെ തട്ടിക്കൊണ്ടുപോയ കഥ ആരും അറിയണ്ട. ജോസേട്ടന് ടൗണിൽ ജോലി കിട്ടി. എന്നെ ആരെങ്കിലും തൊട്ടാൽ
ആള് ടൗണിൽ നിന്ന് വരും. അങ്ങനെ ഒരു കഥ ഇനി പ്രചരിപ്പിക്കാവൂ, അല്ലെങ്കിൽ എന്നെ അറിയാലോ. ആരാ നീ? സോളമൻ. ഇനി അയാൾ തിരിച്ചു വന്നാലോ? എന്റെ ഒരു കണക്കൂട്ട് വെച്ച് അയാൾ ഇനി തിരിച്ചു വരില്ല. മനസ്സമ്മതവും കല്യാണം. ആ ദാ സോളമൻ എത്തിയല്ലോ. ദേ ജോസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നിന്റെ കാര്യമാ. ഇട്ടിച്ചൻ സമ്മതിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് നടത്താനും ഞങ്ങൾ റെഡിയാ. ആ ദേ അപ്പൊ പറഞ്ഞതുപോലെ. ജോസേട്ടന്റെ കല്യാണം ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എന്റെ ഈശോയെ. എന്താടാ കാര്യം പറ. ജോസ്മാൻ എവിടെ? ജോസേട്ടൻ ഈ സൈക്കിളും എന്റെ തന്നിട്ട് ഞാൻ നോക്കി നിൽക്കാൻ ബസ് കയറി ഒളിച്ചോടി പോയി. എന്റെ മാതാവേ. അവൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും. നീ വെറുതെ അമ്മച്ചി വിഷമിപ്പിക്കാതെ. ഇല്ലപ്പാ, ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ ഒളിച്ചോടണേന്ന്. അപ്പൊ പറയാ 12-ാം വയസ്സിൽ ഒളിച്ചോടിയതല്ലേ, ഇന്നേക്ക് അതിന്റെ 25 വർഷം തികയാന്ന്. ഞാൻ അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ട് വരാന്നും പറഞ്ഞ് കിട്ടിയ ബസ് കയറി ഒറ്റൊളിച്ചോട്ടം. എനിക്ക് പിടിക്കാൻ പറ്റില്ല. എന്റെ കർത്താവേ, എന്റെ മോൻ വീണ്ടും ദുർബുദ്ധി നീ ഒന്ന് കാണിച്ചു. ചുമ്മാ ഇരേ. പോയത് പോട്ടെ. ജോസ് അല്ലയാ വരുന്നത്. എവിടെ? കുരുത്തം കേട്ടവനെ. മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലുണ്ടല്ലോ ഒറ്റ അടി വെച്ചേരും കേട്ടോ. നിൽക്കവിടെ. നിന്റെ പെണ്ണു വല്ലതും പറ്റൂടെ? അപ്പോഴും പെണ്ണിന്റെ കാര്യോ ചിന്ത. അവൾക്കൊന്നും പറ്റാതിരുന്നത് എന്റെ ദൈവഭാഗ്യം. സത്യം പറ, ഇനി ഏത് പെണ്ണിനെ നശിപ്പിക്കാനാ ഈ വാഴക്കണ്ണം തൂക്കി പിടിച്ച് നാട്ടിലെത്തിയത്? ഇത്രയൊന്നും കൊലപ്പിച്ചത് പോരെ? ഒരു പെണ്ണിനെ കൊന്നതും അതിന്റെ പേര് ജയിലിൽ കിടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാ സത്യങ്ങളും എന്റെ വീട്ടുകാരെ അറിയിച്ച വിളമ്പിത്തന്ന കൈകൊണ്ട് തന്നെ അമ്മച്ചി നിങ്ങളെ അടിച്ചറക്കും. അങ്ങനെ ഒരു സീൻ ഒഴിവാക്കി ഇന്ന് രാത്രി ആരും അറിയാതെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. നിങ്ങൾ പോകുന്നവരെ കരഞ്ഞ് ഞാൻ കാല് പിടിക്കേണ്ടി വരും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത് പ്ലീസ്. എന്നാടാ അവിടെ നിന്ന് കിന്നാരം പറയുന്നേ? ഒന്നുമില്ലപ്പാ, ഒരിക്കലും നമ്മളെ വിട്ട് പോകരുതെന്ന് ഞാൻ ജോസേട്ടനെ കൂടെ സത്യം ചെയ്യിക്കായിരുന്നു. ഇനി ജോസേട്ടൻ പോവുകയില്ല. അയ്യോ, ഇതെന്ത് പറ്റി മോനെ തലയ്ക്ക്? കയ്യിലിരിപ്പിന്റെ കൈവിട്ട കളി. അപ്പൊ സൈക്കിളിൽ നിന്ന് വീണു. സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ? നോമ്പ് കഴിഞ്ഞ ഉടനെ നിന്റെ കല്യാണ ചെല്ല്. എന്റെ പൊന്നുമോൻ, ഇനി ഞങ്ങളെ ഇട്ട് ചെങ്ങും പോവരുത് കേട്ടോ. അമ്മച്ചി വരുന്നു മോളെ. അമ്മച്ചി അങ്ങനെയൊക്കെ പറയും. ഇന്ന് രാത്രി എന്നെ സ്ഥലം വിട്ടോണം, അല്ലെങ്കിൽ അറിയാലോ. ഇയാൾക്ക് കർഷകശ്രീ അവാർഡ് കിട്ടാതെ ഭ്രാന്തായി പോയതായിരിക്കൂ. വാഴ നട്ടും കപ്പ നട്ടും ഇനി ഇവിടെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കണ്ട. എട്ടും പൊട്ടും തിരിയാത്ത 2 പെൺകുട്ടികളുള്ള വീടാ. ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചു കൊന്ന നിങ്ങള് എന്റെ പെങ്ങന്മാരെയും ഉപദ്രവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? ഒരു ഓല മടല് വീണതാ. അതിനീ പറമ്പിൽ തെങ്ങില്ലല്ലോ. മടല് വീടാൻ തെങ്ങ് വേണമെന്നുണ്ടോ? അറബിക്കടലിൽ മരം ഉണ്ടായിട്ടാണോ മഴ പെയ്യുന്നത്? മിസ്റ്റർ ജോസ്, എനിക്ക് തല്ലുന്നൊരു പുത്തരിയല്ല. ഓർമ്മ വച്ച കാലം തൊട്ട് നല്ല അന്തസ്സായിട്ട് തല്ലുള്ളവനെ ഞാൻ. അതുകൊണ്ട് ആർക്കൊരു തല്ലി തോൽപ്പിക്കാനാവില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഈ രാത്രി എന്നെ വീട് വിട്ടു പോണം.